രാവിലെ പുറത്ത് പോയി ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിരുന്നേ. പിന്നെ മോളെ ട്യൂഷന് കൊണ്ടുപോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. അത് മടി പിടിച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. മോളും കൂടെ കളിക്കുന്നതാണ്, ഈ പേപ്പർ നുള്ളിയിടുന്നതൊക്കെയാണിത്. അപ്പോൾ ഇന്ന് ക്ലീനിങ് നടക്കാത്തതുകൊണ്ട് കുറേ കൂടി. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം മാറ്റി പിന്നെ ബാക്കി വേസ്റ്റൊക്കെ വാരി വേസ്റ്റിലൊക്കെ കൊണ്ട് കളഞ്ഞ് അങ്ങനെ പിന്നെ അടുക്കളയിലോട്ട് വന്നേ. അടുക്കളയിൽ വലിയ വൃത്തികളൊന്നും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ഒരുവിധം എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ മോള് ചോറ് കൊണ്ടുപോയ പാത്രവും ചായ ഇട്ട പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി. എപ്പോഴും നമുക്ക് ഈ പാത്രം കഴുകല ഇല്ലേ, എനിക്ക് തോന്നാറുണ്ട്. ഈ നമ്മൾ പാചകം ചെയ്യുന്നതിനെക്കാട്ടിയും അല്ലെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നമ്മൾ മടുപ്പിക്കുന്നത് ഈ പാത്രം കഴുകലാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലേ നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ നമ്മുടെ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഞാൻ ഈ സിങ്കൊക്കെ ഒന്ന് കഴുകി കേട്ടോ. മീനിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ ഈ സിങ്കൊക്കെ കഴുകുന്നത് നമ്മുടെ സ്ക്വയർ ഷേപ്പിലുള്ള സ്ക്രബ്ബർ വെച്ചാണ്. അതാകുമ്പോൾ നമ്മുടെ പാത്രത്തിലെ കറകളൊന്നും പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്നേരം പിന്നെ ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു, മേടിച്ചിട്ട് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചു. പിന്നെ ഞാൻ പോയെന്ന് മേലൊക്കെ കഴുകിയേ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അധികം വന്ന് ചോറൊക്കെ ഒന്ന് മാറ്റി വെച്ച് ബാക്കി പാത്രങ്ങളോടൊക്കെ കഴുകി വെച്ച് അടുക്കളയൊന്ന് ക്ലീനാക്കി. അപ്പോഴാണ് അറിഞ്ഞത് നാളെ വിദ്യാഭ്യാസം എന്താണെന്നുള്ള കാര്യം. അപ്പം ഡബിൾ ഹാപ്പി. ക്ലീനൊക്കെ ആക്കി പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു, ഇച്ചിരി എക്സ്ട്രാ ടൈം. അപ്പോൾ ഗുഡ് നൈറ്റ്.